നമസ്കാരം. CPM സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി VS അച്യുതാനന്ദൻ തുടരും. ദേശാഭിമാനിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ CPM സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇക്കാര്യം വിശദീകരിച്ചത്. VSനെ ഒഴിവാക്കിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. സുഖമില്ലായ്മ കാരണം വീട്ടിലാണ് കഴിയുന്നതെങ്കിലും VSന് ആദരവ് എന്ന നിലയിൽ സംസ്ഥാന ഘടകത്തിൽ നിലനിർത്തണമെന്നതായിരുന്നു ആവശ്യം. ഇതാണ് MV ഗോവിന്ദൻ അംഗീകരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുമതി വാങ്ങിയാണ് ഇക്കാര്യത്തിൽ പാർട്ടി സെക്രട്ടറി നിലപാട് വിശദീകരണം നടത്തുന്നത്. VS അച്യുതാനന്ദനെ അവഗണിച്ചുവെന്ന് വാർത്ത എഴുതിയത് തനി തോന്നിവാസമാണ്. ഏറ്റവും സമുന്നത നേതാവായ VS ഇപ്പോൾ കിടപ്പിലാണ്. കഴിഞ്ഞ തവണയും അദ്ദേഹം പ്രത്യേക ക്ഷണിതാവായിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിഞ്ഞവരിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. 75 വയസ്സ് പിന്നിട്ട അവർ സാങ്കേതികമായി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞെങ്കിലും പാർട്ടി കോൺഗ്രസ് വരെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. പാർട്ടി കോൺഗ്രസ് കൂടി കഴിഞ്ഞ ശേഷമേ കൃത്യമായി ക്ഷണിതാക്കളെ തീരുമാനിക്കൂ. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖൻ VS ആണ്. പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്തായ അദ്ദേഹം ക്ഷണിതാക്കളിൽ ഉറപ്പായും ഉണ്ടാകുമെന്നും ഗോവിന്ദൻ പറയുന്നു. പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാകുന്നവരെ കേന്ദ്ര കമ്മിറ്റി അംഗീകാരത്തോടെ അതത് പാർട്ടി സെന്ററുകളിൽ പ്രവർത്തിപ്പിക്കാനാകും. അവരുടെ കഴിവും സേവനവും പരമാവധി പാർട്ടിക്കായി ഉപയോഗിക്കും. അവരെ പൂർണ്ണമായും പാർട്ടിയുടെ ഭാഗമാക്കുക എന്നതാണ് നിലപാട്, ഒഴിവാക്കുക എന്നതല്ല. S. രാമചന്ദ്രൻ പിള്ള അടക്കമുള്ളവർ പാർട്ടിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അനുഭവം നമുക്ക് മുന്നിലുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നിഷേധാത്മക നിലപാട് സ്വീകരിച്ച മാധ്യമങ്ങൾക്കും CPM സംസ്ഥാന സമ്മേളനത്തിലെ ജനമുന്നേറ്റം മറച്ചുവെക്കാനായില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നു. സമ്മേളനത്തിന്റെ തുടക്കത്തിൽ 100% നിഷേധാത്മക സമീപനമാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ സ്വീകരിച്ചത്. അവർക്കും സമാപന ദിവസത്തെ ജനമുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മറിച്ചായാൽ അത് ജനം അംഗീകരിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി. പോസിറ്റീവായും നെഗറ്റീവായും മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിട്ടുണ്ട്. പോസിറ്റീവായത് മാത്രമേ പരിഗണിക്കുന്നുള്ളൂവെന്നും MV ഗോവിന്ദൻ അഭിമുഖത്തിൽ പറഞ്ഞു. CPMന്റെ ചരിത്രത്തിലാദ്യമായി മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ പേരില്ലാതെ സംസ്ഥാന കമ്മിറ്റി പാനൽ അവതരിപ്പിച്ചത് വിവാദമായിരുന്നു. 1964 അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് CPM രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായ VSനെ ഒഴിവാക്കിയത് സമ്മേളനത്തിലും ചർച്ചയായി. മുൻ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. എന്നും VSനൊപ്പം നിന്ന നേതാവാണ് മേഴ്സിക്കുട്ടിയമ്മ. VS അച്യുതാനന്ദനൊപ്പം നിന്നിരുന്ന പലരെയും യോഗ്യതയുണ്ടായിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എടുത്തില്ല. പുതിയ പാനൽ അംഗീകരിക്കാൻ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് മേഴ്സിക്കുട്ടിയമ്മ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയത്. CPMലെ VS യുഗത്തിന് പാർട്ടി തന്നെ ഔദ്യോഗികമായി വിരാമം വിടുകയാണ്. ആരോഗ്യാവസ്ഥ മോശമാണെങ്കിലും ആദരവെന്ന നിലയിൽ VSനെ ക്ഷണിതാവാക്കണമെന്ന നിലപാട് CPMലെ ബഹുഭൂരിപക്ഷത്തിനുമുണ്ട്. ഇതാണ് ഗോവിന്ദൻ അംഗീകരിക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ VSനെ കഴിഞ്ഞ കൊച്ചി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയിരുന്നു. ഇത്തവണ കൊല്ലം സമ്മേളനത്തിൽ അത് തുടരുമെന്നായിരുന്നു പ്രതീക്ഷ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്കുള്ള ആദരവ് എന്ന രീതിയിൽ അങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചവർ ഏറെയായിരുന്നു. എന്നാൽ സമ്മേളനത്തിലെ പാനലിൽ VS ഉണ്ടായില്ല. ഇത് ചർച്ചയായതോടെയാണ് ഗോവിന്ദന്റെ വിശദീകരണം. അതേസമയം തന്നെ ഉൾപ്പെടുത്താതെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പാനൽ വെച്ചതിനെ CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ P. ജയരാജൻ രൂക്ഷമായി ചോദ്യം ചെയ്തുവെന്നും റിപ്പോർട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിൽ തനിക്ക് ശക്തമായ അമർഷമുണ്ടെന്ന സന്ദേശവും നൽകി. ജയരാജന്റെ മകൻ ജെയിൻ രാജും ഇത് അനീതിയാണെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തുറന്നടിച്ച J. മേഴ്സിക്കുട്ടിയമ്മയും കടുത്ത പ്രതിഷേധത്തിലാണ്. M. വിജയകുമാറിനും അനീതിയുണ്ടായി എന്ന വിലയിരുത്തലുണ്ട്. സംസ്ഥാന സമിതിയിലുള്ള ഈ അസംതൃപ്തർ നേതൃത്വത്തിനെ ഇനി അങ്ങോട്ട് ചോദ്യം ചെയ്തേക്കും. PJയെ മാറ്റിയത് കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കും. പക്ഷേ ഇതൊന്നും CPMൽ കലാപമായി മാറില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹാട്രിക് വിജയ ചർച്ചയാണ് ഇതിനെല്ലാം കാരണം. 2026 ഭരണം കിട്ടിയില്ലെങ്കിൽ ഈ പൊട്ടിത്തെറിയെല്ലാം CPMൽ വലിയ പ്രതിസന്ധിയായി മാറും.